നമസ്കാരം. ലബോറട്ടറി അറ്റൻഡർ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു തസ്തികയാണ് ലബോറട്ടറി അറ്റൻഡർ. അതിന്റെ കാറ്റഗറി നമ്പർ 598/2022 ആണ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത് ഇന്നലെ, അതായത് 2024 ഡിസംബർ 11 രാവിലെ ഒരു 11:10 ആവുമ്പോൾ നമ്മുടെ SMS ആയിട്ട് മൊബൈലിലേക്ക് വരികയാണ് ചെയ്തത്. നിങ്ങളുടെ പേരുണ്ടാവും മുമ്പിൽ, അർജന്റ് ആക്ഷൻ റിക്വയർഡ് ഫ്രം യു ഫോർ കാറ്റഗറി നമ്പർ 598/2022. ലോഗിൻ ആൻഡ് വ്യൂ പ്രൊഫൈൽ മെസ്സേജ് ഫോർ ഡീറ്റെയിൽസ് കേരള PSC. അതായത് നമ്മുടെ തുളസിയിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ മെസ്സേജിന്റെ ഓപ്ഷൻ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്നത്തെ ഡേറ്റിന് കീഴിലൊരു മെസ്സേജ് ഉണ്ടാവും. ഈ ഇത്രയും സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ SSLC, ആധാർ, അങ്ങനെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ, ആ സർട്ടിഫിക്കറ്റിന്റെ പേരുകളൊക്കെ പറയും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റും അതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, നിങ്ങൾക്ക് മാർക്ക് എത്രയായിരുന്നു എന്നൊക്കെ നിങ്ങൾ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോക്കിയാൽ മതി. 112/2024. പിന്നെ പരീക്ഷ നടന്ന തീയതികൾ എന്ന് പറയുകയാണെങ്കിൽ 2023 അവസാന മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആയിട്ട് നടന്നിട്ടുള്ള 10th പ്രിലിംസിന്റെ കൂടെയായിരുന്നു ഈ ഒരു പരീക്ഷ ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ മെയിൻ എക്സാം, ലബോറട്ടറി അറ്റൻഡറിന്റെ മെയിൻ എക്സാം നടന്നത് 2024 ഓഗസ്റ്റ് 22 അതായത് ഏകദേശം ഒരു 3-4 മാസമായി. പിന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്കിപ്പം പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, ലബോറട്ടറി അറ്റൻഡറിന്റെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താവും. അപ്ലിക്കേഷൻസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ലബോറട്ടറി അറ്റൻഡറിന്റെ വലതുവശത്ത് സ്റ്റാറ്റസ് ഈ ആരോ മാർക്കിൽ കാണുന്ന പോലെ അഡ്മിറ്റഡ് മാറിയിട്ട് സബ്മിറ്റഡ് ആയിട്ടുണ്ടാവും. ഇതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. താങ്ക് യു.